ഹായ്, ഞാൻ ഡോക്ടർ അക്ഷയ്. റംസാൻ സമയത്ത് ഡയബറ്റീസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡൗട്ടുകൾ ഇപ്പോൾ രോഗികളാവട്ടെ അല്ലെങ്കിൽ ഡോക്ടർമാരാവട്ടെ ചോദിക്കുന്നത് പ്രമേഹ രോഗികൾ ആർക്കൊക്കെ നോമ്പെടുക്കാം, നോമ്പെടുക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, മരുന്നിന് എന്തൊക്കെ മാറ്റം വരുത്തണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷനും അതുപോലെ ഡയബറ്റീസ് ആൻഡ് റംസാൻ ഇൻ്റർനാഷണൽ അലയൻസും ചേർന്നിട്ട് 2021 ഇറക്കിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. idf.org/ഡയബറ്റീസ് ആൻഡ് റംസാൻ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇവർ പറയുന്നത് ഈ ഡയബറ്റീസ് പേഷ്യൻസ് മെയിനായിട്ട് 2 പ്രോബ്ലംസാണ് ഫാസ്റ്റ് ചെയ്യുമ്പോൾ നേരിടാൻ പോകുന്നത്. ഒന്ന് ലോ ബ്ലഡ് ഷുഗർ വരുന്നതും പിന്നെ ഒന്ന് ഹൈ ബ്ലഡ് ഷുഗറിലേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവർ ഇത് വീട്ടിൽ നിന്ന് അത് അതിൻ്റെ സിംറ്റംസ് കണ്ട് തിരിച്ചറിയാനുള്ള ഒരു ഇതാണ് ഇവർ ആദ്യം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷുഗർ എപ്പോൾ താന്നു പോയെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അന്നേരം ഭയങ്കരമായിട്ട് വിയർക്കാം, കൈയും കാലും വിറയ്ക്കുന്ന പോലെയൊക്കെ തോന്നാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ഭയങ്കര സ്പീഡിൽ ഇടിക്കുന്ന പോലെ തോന്നും. നിങ്ങൾ ഭയങ്കര ഇറിറ്റബിളായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരും. അതുപോലെ നിങ്ങൾക്ക് ആകെ ഒരു തലയ്ക്കൊരു അമ്പര പോലെയൊക്കെ തോന്നാം. ചുണ്ടും ഇതൊക്കെ ഭയങ്കര തരിപ്പ് പോലെ തോന്നാം. അതുപോലെ ഭയങ്കര ക്ഷീണം തോന്നാം. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഷുഗർ താന്നു പോയെന്ന് നിങ്ങൾ വിചാരിക്കണം. അതേസമയം അപ്പുറത്ത് നിങ്ങൾ ഷുഗർ കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ഭയങ്കര ദാഹം വരും, അതുപോലെ തലവേദന എടുക്കും, അതുപോലെ രണ്ടായി കാണാൻ തുടങ്ങും, കണ്ണ് മഞ്ഞളിക്കുന്ന പോലെ തോന്നും. അതുപോലെ നിങ്ങൾ വായനൊരു ഫ്രൂട്ടി സ്മെല്ല് വരാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾക്ക് അടിക്കടിക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നും. ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷുഗർ കൂടിയെന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ മെയിനായിട്ട് ഇവർക്ക് 2 കോംപ്ലിക്കേഷൻസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഇവർ ഡീഹൈഡ്രേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവർ കീറ്റോസിസിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് കണ്ട് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ പ്രമേഹ രോഗികളെ ഫാസ്റ്റ് ഉദ്ദേശിച്ച് തന്നെ അവരെ റിസ്ക് അസസ്മെൻറ്റ് ചെയ്തിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അടുത്തതിൽ റിസ്ക് അസസ്മെൻറ്റിൻ്റെ സ്കോർ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ റിസ്ക് അസസ് ചെയ്തിട്ട് നമ്മളവരെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കും. അതിൽ മോഡറേറ്റ് ലോ റിസ്ക് ആൾക്കാരെ മാത്രമേ നമ്മൾ ഫാസ്റ്റ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുള്ളൂ. ബാക്കി 2 ഗ്രൂപ്പുകാർ നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യില്ല. ഇതാണ് ആ റിസ്ക് അസസ്മെൻറ്റ് സ്കോറിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് തരം ഡയബറ്റീസ് ആയിരുന്നു, എത്ര കാലങ്ങളായിട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് സ്കോർ 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത്. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഷുഗർ താന്നു പോയിട്ടുണ്ടോ, അതുപോലെ നിങ്ങളുടെ HbA1c ലെവൽ, അതുപോലെ ഏത് തരം ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ എടുക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായി ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യാൻ അറിയുമോ, അതുപോലെ എപ്പോഴെങ്കിലും ഈ പേഷ്യൻറ്റ് കീറ്റോസിസ്ക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഹോങ്കിലേക്ക് പോയിട്ടുണ്ടോ, മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ട്, ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ, അതുപോലെ നിങ്ങളുടെ കിഡ്നിയുടെ ഫങ്ഷനിങ് എങ്ങനെയാണ്, കിഡ്നിക്ക് അസുഖമുള്ള ആളാണോ, പ്രഗ്നൻ്റ് ആണോ, അതുപോലെ നിങ്ങൾക്ക് പ്രായം കൂടിയ ആളാണോ, അതുപോലെ നിങ്ങൾ ഭാരപ്പെട്ട ജോലി എടുക്കുന്ന ആളാണോ, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നോമ്പെടുത്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടോ, അതുപോലെ എത്ര സമയത്തേക്കാണ് നിങ്ങൾ നോമ്പെടുക്കുക, 16 മണിക്കൂർ കൂടുതലാണോ കുറവാണോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ റിസ്ക് അസസ് ചെയ്യുന്നത്, സ്കോർ ചെയ്യുന്നത്. അങ്ങനെ സ്കോർ ചെയ്തിട്ട് നമ്മളിവരെ ലോ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ഹൈ റിസ്ക് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഈ 0 to 3 പോയിൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ റിസ്ക് ആയിട്ട് എടുക്കും. ഇവർ മാത്രമാണ് നമ്മൾ ഫാസ്റ്റിംഗ് അഡ്വൈസ് ചെയ്യുന്നത്. ഹൈ റിസ്ക് മോർ ദാൻ 6 പോയിൻ്റ് ഉള്ളവർക്ക് എന്തായാലും ഫാസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതാണ്. അതുപോലെ മോഡറേറ്റ് റിസ്ക് 3.5 to 6 പോയിൻ്റ് വരെയാണെങ്കിൽ മോഡറേറ്റ് റിസ്ക് ആയിട്ട് നമ്മൾ എടുക്കും. ഈ പേഷ്യൻസിനെ നമ്മൾ പേഷ്യൻ്റ് ഡോക്ടർ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അവർക്ക് എത്രത്തോളം ഇതെടുക്കണം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്ര റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അഡ്ഹെയർ ചെയ്തിട്ടിരിക്കും, അതുപോലെ എത്ര സ്ട്രിക്റ്റ്ലി അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, അതൊക്കെ വെച്ച് അസസ് ചെയ്തിട്ട് വേണം ഈ ഒരു കാറ്റഗറി പെട്ട ആൾക്കാർ നോമ്പെടുക്കാനായിട്ടുള്ള. ഇനി അടുത്തായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 5 to 7 പോയിൻ്റ് ടെസ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മളൊരു 7 പോയിൻ്റ് അല്ലെങ്കിൽ 5 പോയിൻ്റ് സമയത്തിൽ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം ഈ ഫാസ്റ്റിംഗ് സമയത്ത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മൾ രാവിലത്തെ കഴിക്കുന്ന ആഹാരം, അതായത് സുഹൂർ എന്ന് പറഞ്ഞാൽ ഇതിന് ആ ടൈമിൽ നമുക്ക് ബ്ലഡ് നോക്കാവുന്നതാണ്. പിന്നെ രാവിലെ നേരം വെളുത്തതിന് ശേഷം ഒന്ന് നോക്കാം, അതിന് ഉച്ച നേരത്തൊന്ന് നോക്കാം, അതിൻ്റെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു വട്ടം നോക്കാം, അതിന് ഇഫ്താറിന് തൊട്ട് മുമ്പ് വരെ നോക്കാം. ഇതാണ് നമ്മുടെ FBSന് തുല്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഫ്താർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നോക്കും. അത് നമ്മുടെ PPSന് തുല്യമായിട്ട് നമ്മളിനി കൺസിഡർ ചെയ്യും. ഇനി 7ാമതായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സിംറ്റംസ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഷുഗർ കൂടിയതിൻ്റെ കുറഞ്ഞതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഷുഗർ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെയാണ് നമ്മളിനി ഷുഗർ നോക്കേണ്ടതായിട്ടുള്ളത്. ഇനി മരുന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ രാവിലെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും രാത്രി ഇഫ്താറിൻ്റെ സമയത്തേക്ക് മാറ്റും. അതുപോലെ രാത്രി ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും രാവിലെ സുഹൂറിൻ്റെ സമയത്തേക്ക് മാറ്റും. അപ്പോൾ മെറ്റ്ഫോർമിൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ മെറ്റ്ഫോർമിൻ വളരെ സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ, കാരണം ഇത് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാക്കാത്തതാണ്. അപ്പോൾ ഇത് ദിവസത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഡോസിന് യാതൊരു മാറ്റങ്ങളും വരത്തില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ഇഫ്താറിൻ്റെ സമയത്ത് വേണം ഇതെടുക്കാനായിട്ട്. ഇപ്പോൾ രാവിലെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വൈകുന്നേരത്തെ ആ ഭക്ഷണത്തിൻ്റെ കൂടെ വേണം മെറ്റ്ഫോർമിൻ എടുക്കാനായിട്ട്. അതിന് വരെ 2 നേരം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലും ഡോസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ഇഫ്താറിൻ്റെ കൂടെയും രാവിലെ സുഹൂറിൻ്റെ കൂടെ വേണം മെറ്റ്ഫോർമിൻ എടുക്കാനായിട്ട്. ഇനി 3 നേരം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഡോസ് നമുക്ക് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ, വെളുപ്പങ്ങലത്തെ ഭക്ഷണത്തിൻ്റെ സുഹൂറിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ ഉച്ചക്കലത്തെയും രാത്രിയിലും ഒരുമിച്ച് ഇഫ്താറിൻ്റെ സമയത്ത് വേണം കഴിക്കാനായിട്ട്. ഇനി മെറ്റ്ഫോർമിൻ പ്രൊലോങ്ഡ് റിലീസ് അല്ലെങ്കിൽ മെറ്റ്ഫോർമിൻ SR ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനും ഡോസ് മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല. ഇതും നിങ്ങൾ രാത്രി ഇഫ്താറിൻ്റെ സമയത്തായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ മെറ്റ്ഫോർമിൻ SR ആണ് നമുക്ക് ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതായിട്ട് തോന്നുന്നു. ഇനി അടുത്തത് ഗ്ലിമിപ്രൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൾഫനൈലുലൈസ് ബാക്കി ഏതെങ്കിലും തരം ഗുളികൾ എടുക്കുന്ന സെക്കൻഡ് ജനറേഷൻ ഗുളികൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഗ്ലിമിപ്രൈഡാക്കി മാറ്റേണ്ടതാണ്. ഇപ്പോൾ ഗ്ലിക്കസൈഡോ ഗ്ലിബൻഗ്രാമൈഡോ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഗ്ലിമിപ്രൈഡിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി ഗ്ലിമിപ്രൈഡ് ദിവസേന 1 മാത്രം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇഫ്താറിന് സമയത്തായിട്ട് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഗ്ലിമിപ്രൈഡിന് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നല്ല കൺട്രോളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോസ് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല കൺട്രോളിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്ത് ഗ്ലിമിപ്രൈഡ് എടുക്കുക. അതും ഒരു 20 മുതൽ 50% വരെ ഡോസ് കുറച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ദിവസേന 2 നേരം വെച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ഇഫ്താറിൻ്റെ സമയത്ത് ഡോസ് സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രാവിലെ സുഹൂറിന് എടുക്കുമ്പോൾ അത് ഡോസ് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അത് ഷുഗർ നല്ല കൺട്രോളായ ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോകാൻ സാധ്യതകളുണ്ട്. ഇനി ഡാപ്പ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, ഡാപ്പഗ്ലിഫ്ലോസിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതിൽ ഡോസ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കഴിച്ചിരുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഇതൊരു 3 മാസം മുപ്പാടെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഗ്ലിപ്റ്റിൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, സീതയാവട്ടെ അല്ലെങ്കിൽ വിൽഡ ആവട്ടെ ടെനലി ആവട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതും ഇതുപോലെ ഈ ഫാസ്റ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. എങ്ങനെയാണ് കഴിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. രാവിലെ ആണെങ്കിൽ സുഹറിൻ്റെ കൂടെയും രാത്രി ആണെങ്കിൽ ഇഫ്താറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അതുപോലെ പയോഗ്ലൈറ്റിസോൺ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്കും ഇതിലും ഡോസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിലും ഹൈപ്പോഗ്ലൈസിമിയ ഒന്നും വരാൻ ചാൻസുകൾ കുറവാണ്. പക്ഷേ ഇത് നമ്മൾ ഇഫ്താറിൻ്റെ കൂടെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ ഇൻസുലിൻ മാക്സിമം ഷോർട്ട് ആക്ടിങ് ഇൻസുലിനുകൾ ആണ് ഈ ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അത് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാക്കാനുള്ള ചാൻസ് കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് ആക്ടിങ് ഇൻസുലിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോർമൽ ഡോസ് ഇഫ്താറിൻ്റെ സമയത്ത് എടുക്കുക. അത് ലഞ്ച് ടൈമിലെ ഡോസ് നമ്മൾ ഒഴിവാക്കുക, അത് ഉച്ചക്കലത്തെ ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് സുഹൂറിന് രാവിലെ കഴിക്കുന്നത് 25 മുതൽ 50% ഡോസ് കുറച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻസ് ഒക്കെ നമ്മൾ 3 നേരം എടുക്കുന്നതായിരിക്കും. അതിലപ്പോൾ ഉച്ചക്കലത്തെ ഡോസ് സ്കിപ്പ് ചെയ്യാൻ വേണം. അതുപോലെ രാവിലത്തെ ഡോസ് 25 മുതൽ 50% വരെ കുറച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അതേസമയം നമ്മൾ ലോങ് ആക്ടിങ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളൊരു 15 മുതൽ 30% വരെ കുറച്ചിട്ട് ഇഫ്താറിൻ്റെ സമയത്തായിട്ട് എടുക്കാൻ നോക്കുക. ഡെയിലി വൺസ്, അതായത് ദിവസേന ഒരിക്കൽ മാത്രം എടുക്കുന്ന ഇൻസുലിനാണെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്ത് മാത്രമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ല NPH ആണ്, അത് 2 നേരം വെച്ച് എടുക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാർജിന് പകരം 2 നേരം എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് രാവിലെ എടുത്തിരുന്ന മോർണിംഗ് എടുത്തിരുന്ന സെയിം ഡോസ് തന്നെ എടുക്കുക. സുഹൂറിൻ്റെ സമയത്ത് 50% കുറച്ച്, രാത്രി എടുത്തിരുന്ന അതേ ഡോസ് 50% കുറച്ച് വേണം യൂസ് ചെയ്യാൻ. അതുപോലെ ഇൻസുലിൻ നമ്മൾ ഇഫ്താർ മുന്നും ശേഷമുള്ള ഷുഗറിൻ്റെ വാല്യൂ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അത് ഈ ടേബിൾ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെയും നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. പ്രീ മിക്സ്ഡ് ഇൻസുലിനാണ് ഉപയോഗിക്കുന്നതായിരിക്കുക. ഇത് ഹ്യൂമൻ മിക്സഡ് പോലൊക്കെ ഉപയോഗിച്ചിരുന്നതൊക്കെ അതും വൺസ് ഡെയിലി ആണ് ഡോസ് എന്നുണ്ടെങ്കിൽ അത് ഇഫ്താറിൻ്റെ സമയത്തായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2 നേരമാണ് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇഫ്താർ സമയത്ത് നോർമലായിട്ട് ഡോസും രാവിലെ സുഹൂറിൻ്റെ സമയത്ത് 20 മുതൽ 50% കുറവായിട്ടും യൂസ് ചെയ്യാൻ നോക്കുക. ഇനി 3 നേരം എടുത്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കലത്തെ ഒഴിവാക്കുക. ഇഫ്താറിൻ്റെയും സുഹൂറിൻ്റെയും ഡോസ്
നമ്മുടെ ഷുഗർ ലെവൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻസുലിൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ടേബിൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇനി പ്രഗ്നൻസിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കുകയാണെങ്കിലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 70-ൻ്റെയും 95-ൻ്റെയും ഇടയിൽ നിർത്താൻ ശ്രമിക്കുക. പോസ്റ്റ് പ്രാൻഡിയൽ 120 താഴെയായിട്ട് നിർത്താൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 70 താഴെ എപ്പം ബ്ലഡ് ഗ്ലൂക്കോസ് പോയാലും അപ്പം തന്നെ നിങ്ങൾ ഫാസ്റ്റിംഗ് നിർത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയോ അല്ലെങ്കിൽ ഫീറ്റൽ മൂവ്മെൻറ്റ്സ് അനക്കക്കുറവ് തോന്നുകയോ ചെയ്യുകയാണെങ്കിലും അപ്പം തന്നെ ഫാസ്റ്റിംഗ് നിർത്തേണ്ടതാണ്. ഇനി പ്രഗ്നൻ്റ് ലേഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ മെറ്റ്ഫോർമിനാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണെങ്കിൽ അത് അങ്ങനെ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 5 to 7 പോയിൻറ്റ് സ്കെയിലിൽ തന്നെ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അവർ ഇൻസുലിനാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ അവർ ഒരു ബേസൽ ബോളസ് റെജിമെനാണ് യൂസ് ചെയ്യുന്നത്. അത് 2 തരം ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ NPH 2 നേരം എടുക്കുന്ന ഇൻസുലിൻ രാവിലത്തെ രാത്രി എടുത്ത രാവിലെ ആയിട്ട് എടുക്കണം. രാവിലത്തെ ഡോസ് അതുപോലെ തന്നെ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്താണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ രാത്രി എടുത്തിരുന്ന 50% കുറച്ചിട്ട് സുഹൂറിൻ്റെ സമയത്തായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അതിനകത്തുള്ള റെഗുലർ ഇൻസുലിൻ പ്ലെയിൻ ഇൻസുലിൻ വരുന്നത് നമ്മൾ ഇഫ്താറിന് ശേഷം 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ നോക്കിയിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സുഹൂറിൻ്റെ സമയത്ത് രാവിലെ നമ്മൾ 50% കുറച്ചിട്ട് രാത്രി എടുത്തിരുന്ന ഡോസും അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്ത് രാവിലെ എടുത്തിരുന്ന ഡോസ് സെയിം ഡോസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉച്ചക്കലത്തെ ഡോസ് സ്കിപ്പ് ചെയ്യാനും നോക്കണം. ഉച്ചയ്ക്ക് ആ ഇൻസുലിൻ എടുക്കേണ്ടതില്ല. അതേസമയം നിങ്ങൾ പ്രീമിക്സ്ഡ് ഇൻസുലിനാണ് ഉപയോഗിക്കുന്നത്, ഹ്യൂമൻ മിക്സ്ഡൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ രാവിലത്തെ ഡോസ് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ എടുത്തിരുന്നത് രാവിലെ സുഹൂറിൻ്റെ സമയത്തായിട്ട് എടുക്കാൻ നോക്കുക. അതുപോലെ സുഹൂറിൻ്റെ സമയത്ത് എടുക്കുന്നത് 50% കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കണം. നോമ്പെടുക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്ലൂക്കോസ് ലെവൽ ഒരിക്കലും 70 താഴെയും പോകാൻ പാടില്ല, 300 മുകളിലേക്കും പോകാൻ പാടില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ലെവലിൽ മാറിക്കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് നോമ്പ് മുറിക്കേണ്ടതാണ്. നോമ്പ് മുറിച്ചതിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷം ഒന്നുകൂടി ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കേണ്ടതാണ്. ഇതിന് പുറമെ നമ്മൾ ഡയറ്റും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ഡയറ്ററി അഡ്വൈസൊക്കെ വെബ്സൈറ്റിൽ നല്ലൊരു രീതിയിൽ ഒരു ന്യൂട്രീഷൻ പ്ലാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നോമ്പ് സമയത്ത് ഡയബറ്റീസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും റംസാൻ ആശംസകൾ.